ഗസയുടെ ഏതാണ്ട് 80% കെട്ടിടങ്ങളും തകർത്ത് നിരപ്പാക്കി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ UN ഏറ്റവും അവസാനമായിട്ട് ഇന്ന് വൈകിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ആശുപത്രികളും അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളും ഒക്കെ തകർത്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ പോലും ഈ 2 കൊല്ലം എന്നത് ഒരു ദീർഘ കാലയളവാണ്. ആ കാലയളവിനുള്ളിലും അതിശക്തമായിട്ട് തങ്ങളുടെ പ്രതിരോധം നിലനിർത്താൻ സാധിച്ചു, ചെറുത്തുനിൽപ്പ് നിലനിർത്താൻ സാധിച്ചു. ഇനിയും ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിനുള്ള ശക്തി തങ്ങൾക്കുണ്ട് എന്നൊരു പ്രതികരണമാണ് ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള പലസ്തീൻ പോരാളി വിഭാഗത്തിന്റെയും ഭാഗത്തുനിന്ന് ഈ 2ാം വർഷം തികയുന്ന ഇപ്പോൾ എന്തായാലും കെയ്റോയിൽ നടക്കുന്ന ഈ മധ്യസ്ഥ ചർച്ചയിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അധികം വൈകാതെ തന്നെ ബന്ദികളുടെ മോചനവും സൈനിക പിന്മാറ്റവും ഒക്കെ നടന്നേക്കുമെന്ന് തന്നെയാണോ വിവരങ്ങൾ? തീർച്ചയായിട്ടും ഈ ചർച്ച അനുകൂലമാണെങ്കിൽ, കാരണം ഭരണകൂടം, പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം വലിയ പ്രതീക്ഷയിലാണ്, അതിലേറെ പ്രതീക്ഷയിലാണ് ഇസ്രായേലിലെ ബന്ദികളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും. കാരണം ഇന്നലെ രാത്രിയും ഇന്ന് രാത്രിയും ഒക്കെ ഇപ്പോൾ വലിയ തോതിൽ ആ പ്രക്ഷോഭം അവർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരണം അവർക്ക് നെതന്യാഹുവിനെ നല്ലപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഏത് ഘട്ടത്തിലും ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വെടിനിർത്തലിന് വരുമ്പോൾ ഏതെങ്കിലും നിലക്കുള്ള സാങ്കേതിക വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിനെ അട്ടിമറിക്കുക, എന്നിട്ട് വീണ്ടും ആക്രമണം പുനരാരംഭിക്കുക, ഇതിന് വലിയ സാധ്യത ഇത്തവണയും കാണുന്നുണ്ട്. പ്രത്യേകിച്ച് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള സ്മോട്രിക്, ബെൻഗവിർ ഇവർ നെതന്യാഹുവിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഒരു നിലയ്ക്കും ആക്രമണം നിർത്തരുത്, ഹമാസിനെ പൂർണ്ണമായിട്ട് നമ്മൾ തന്നെ സൈനികമായിട്ട് നിരായുധീകരിക്കണം, അത് അമേരിക്കക്കോ മറ്റേതെങ്കിലും ശക്തികൾക്കോ അറബ് രാജ്യങ്ങൾക്കോ വിട്ടുകൊടുക്കാൻ പാടില്ല, പലസ്തീൻ അതോറിറ്റിയെ ഈ ഭരണം ഏൽപ്പിച്ച് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്, അതിനും അനുവദിക്കരുത് എന്നതുൾപ്പെടെ വളരെ പ്രകോപനപരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള നിലപാടാണ് ബെൻഗവിറും സ്മോട്രിക്കും കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ സാധ്യത അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ ബന്ദികളുടെ ജീവൻ അപകടത്തിലാവും. ഇനി മറ്റൊരു സാധ്യതയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 10,000-കണക്കിന് ആളുകൾ ജെറൂസലമിലും തെല്ലവീവിലും ഹൈഫയിലും വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത് അനുകൂലമാണ് എങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ അക്കാര്യത്തിൽ വ്യക്തത വരും. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ എന്തായാലും ഈ ബന്ദിമോചനത്തിനുള്ള ഒരു സാഹചര്യം ഒരുക്കാതെ, ഒരു നിലമൊരുക്കാതെ അത് നടക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയല്ലേ ഹമാസ് ചെയ്യുക? ഔദ്യോഗികമായിട്ട് ആ ഒരു നിലപാട് തന്നെയാണ് നേരത്തെ മുതൽ തന്നെ ഹമാസ് കൈക്കൊണ്ടിരിക്കുന്നത്. 1, ആക്രമണം നിർത്തണം, 2, സൈന്യം ഗസ വിടണം. ഇതിൽ ഈ ഗസ വിടുക എന്നത് ഒരുപക്ഷെ പ്രായോഗികമായിട്ട് ഈ ഘട്ടത്തിൽ എത്ര കണ്ട് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ അമേരിക്കൻ ഭരണകൂടം പോലും തയ്യാറല്ല. അപ്പോൾ ഈ ഗസ സിറ്റിക്ക് പുറത്തേക്കുള്ള ഒരു നിശ്ചിത കേന്ദ്രത്തിലേക്ക് സൈന്യം പൂർണ്ണമായിട്ട് പിൻവാങ്ങേണ്ടി വരും. അതിന് ഏതാണ്ട് തത്വത്തിൽ ഇസ്രായേൽ അംഗീകരിച്ചു എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. പക്ഷെ അത് ഏത് നിർണയിക്കപ്പെട്ട ആ സ്ഥലം കൊണ്ട് മാത്രം ഹമാസ് പര്യാപ്തമാവും, അവർ അംഗീകരിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ നാളെ ഈ സാങ്കേതിക കരാർ ചർച്ചയിൽ ഹമാസിന്റെ നിലപാട് വെളിപ്പെടുക. അത് ഹമാസ് കടുത്ത നിലപാട് അതിൽ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ ആക്രമണം പുനരാരംഭിക്കുമെന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ സൈനിക മേധാവിയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കകളുടെയും പ്രതീക്ഷയുടെയും ഒരു മധ്യത്തിലാണിപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. എന്തായാലും ഷർം ഷെയ്ഖിൽ നടക്കാൻ പോകുന്ന ഈ നിർണായകമായിട്ടുള്ള സാങ്കേതിക കരാർ ചർച്ച അത് നാളെ രാവിലെ ആരംഭിക്കുന്നതോടുകൂടി തന്നെ ചിത്രം വ്യക്തമാകും. അതല്ല എങ്കിൽ 2 വർഷം പിന്നിടുന്ന ഘട്ടത്തിലും ആക്രമണവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഇസ്രായേൽ തീരുമാനിക്കുകയാണെങ്കിൽ ഈ വംശഹത്യ കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ലോകത്തുടനീളം അലയടിക്കുന്ന അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം, ജനങ്ങൾ തെരുവിലിറങ്ങിക്കൊണ്ട് പലസ്തീനു വേണ്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ, സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ലോക രാജ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങൾ, ഇതൊക്കെ ഇത്രയും വലിയ സമ്മർദ്ദങ്ങൾ മറികടന്നുകൊണ്ട് ഇനിയും ആക്രമണത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് ഇവിടെ യുദ്ധം നിർത്തിയിട്ടില്ല എന്നും ഹമാസ് പിന്മാറിയാൽ ആക്രമണം അത് കൂടുതൽ കടുപ്പിക്കുമെന്നാണല്ലോ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി പറയുന്നത്. അത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇസ്രായേൽ ഉണ്ടാകില്ല എന്നതിന്റെ ഒരു സൂചന കൂടിയല്ലേ? ദിവ്യ, തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ പോലും ആക്രമണം നിർത്തുന്നതിനോട് ഈ ഭരണകൂടം, കാരണം ഏത് ഘട്ടത്തിലും സർക്കാർ നിലംപതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നെതന്യാഹുവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് സ്മോട്രിക്കും ബെൻഗവിറും തങ്ങളുടെ വാദം വളരെ ശക്തമായി തന്നെ നെതന്യാഹുവിനെ അറിയിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഒരു നിലക്കും ആക്രമണം നിർത്തരുത്, കാരണം ഹമാസിനെ പൂർണ്ണമായിട്ട് അമർച്ച ചെയ്യുക എന്നതാണ് നമ്മുടെ യുദ്ധലക്ഷ്യം. അതിനുവേണ്ടിയാണ് നമ്മൾ 2 കൊല്ലം മുമ്പ് യുദ്ധം ആരംഭിച്ചത്. ഏതാണ്ട് ഒരു ആഴ്ചക്കകം തന്നെ ഹമാസിനെ അമർച്ച ചെയ്യാൻ സാധിക്കുമെന്നൊരു വിലയിരുത്തലായിരുന്നു ആ യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ നേതൃത്വം
നേതൃത്വം പ്രകടിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ 2 വർഷം തികയുന്ന ഒരു വേള, ഇപ്പോൾ പോലും ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന 20-ലധികമുള്ള ബന്ദികൾ എവിടെയാണ്, അല്ലെങ്കിൽ ഈ ബന്ദികളുടെ മൃതദേഹങ്ങൾ എവിടെയാണ് എന്ന കാര്യത്തിൽ പോലും ഒരു തുമ്പും കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം എത്ര അനിശ്ചിതമായിട്ട് നീണ്ടാലും അത് പിന്നെ ഈ ബന്ദികളുടെ ജീവൻ കൊണ്ടുള്ള ഒരു പന്താടുന്ന ഒരു സ്വഭാവമായിരിക്കും. അത് തങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് ഇസ്രായേലി പൊതുസമൂഹം, ഇസ്രായേലിലെ പ്രതിപക്ഷം, ബന്ദികളുടെ ബന്ധുക്കളൊക്കെയും വ്യക്തമാക്കുന്നത്. അവർ ഉയർത്തുന്ന വലിയൊരു സമ്മർദ്ദമുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും തങ്ങളുടെ രാഷ്ട്രീയ നിലനിൽപ്പ്, തങ്ങളുടെ വംശീയമായിട്ടുള്ള താല്പര്യങ്ങൾ, ഇതൊക്കെയാണ് നെതന്യാഹുവിനെയും അതോടൊപ്പം തന്നെ സ്മോട്രിക്കിനെയും ബെൻഗവിറിനെയും മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇപ്പൊ അമേരിക്ക ഇടപെട്ടത് കൊണ്ട് മാത്രം അവർ ഒരു ചർച്ചയ്ക്ക് തയ്യാറായി എന്നതേ ഉള്ളൂ. പക്ഷേ ഈ ആക്രമണം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരു തീർപ്പിലാണ് ഈ ഭരണകൂടമുള്ളത്. അതുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് എത്ര കണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകുമെന്നത് ഏറ്റവും പ്രധാനമായിരിക്കും. ചർച്ച ഏതൊക്കെ വഴിത്തിരിവിലേക്ക് എത്തിച്ചേരും എന്നതാണ് അറിയേണ്ടത്. കെയ്റോയിൽ മധ്യസ്ഥ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്ത് നിലപാടാകും ഹമാസും ഇസ്രായേലും ഒക്കെ ഈ യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ പോകുന്നത് എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. MC N നാസറാണ് വിവരങ്ങൾ നൽകിയത്.